നോ. മാനാഞ്ചിറ മൈതാനം അലക്കി വെളുപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും അലങ്കാര വിളക്കുകളും മ്യൂസിക്കൽ ഫൗണ്ടനും പിന്നെ സായാഹ്നങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാണിഭം. സർ, മേ ഐ കം ഇൻ? സോറി, ദാറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഡെവലപ്മെന്റ്. പകരം ഓടകളേക്കാൾ പുഴുത്തുനാറി കൃമി നുരയ്ക്കുന്ന കോളനികളുണ്ട് ഈ നഗരത്തിൽ. അവിടെ നിന്ന് ആരംഭിക്കണം നഗരവികസനം. കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം പൊഴിക്കുന്ന ജലധാരയല്ല വേണ്ടത്. ഇറ്റ്സ് ലക്ഷറി, ഇറ്റ്സ് എക്സ്ട്രവാഗൻസ്. ഇവിടെ കിടപ്പാടമില്ലാത്തവനൊരു കൂര വേണം, പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം, ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം, ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം. ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി. അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റി സ്റ്റണ്ടുമല്ല എനിക്ക് കളക്ടർഷിപ്പ്. യെസ്, ദാറ്റ്സ് ആൾ. യു ക്യാൻ പ്രിന്റ് ഇറ്റ് റൈറ്റ്. ഓക്കെ? ആ, പറയണം. എടാ കള്ള കഴിവേറി. My goodness, it's pretty long time. And you are still firebrand. നീ ഇത് എവിടെ നിന്ന് ചാടി? And you look tired. Just a minute. എന്താ നിന്റെ ഫേവറേറ്റ്? ഇപ്പോഴും ബ്ലാക്ക് ടീ തന്നെ? ലൈക്ക് മീ? പല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നല്ല ഒന്നാന്തരം ചായ വേണം, ബ്ലാക്ക് ടീ. IPS പഠിപ്പ് മതിയാക്കി നീ അക്കാദമിയിൽ നിന്ന് ചാടി പോയതിനു ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് അല്ലേടാ? യെസ്. ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾ ഫ്രണ്ട് നിരഞ്ജനെ കണ്ടു. ഡൽഹിയിലൊരു ഗെറ്റ് ടുഗദർ. അവളടക്കം അവിടെ കണ്ട സകല ബാച്ച്മേറ്റ്സിനോടും തിരക്കി. യു ജസ്റ്റ് വാനിഷ് ഇൻ ടു ദ ബ്ലൂ. അതിലേറെ നിന്നെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. എന്താണ് ഇപ്പം നിന്റെ പരിപാടി? പോലീസ് ആയില്ലെങ്കിലും വാസനാബലം മറന്നില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങി ഇൻ ബോംബെ. യു മീൻ ദ പ്രൈവറ്റ് ക്രാപ്പ്? നഗരത്തിലെ പ്രമാണിമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ, കുബേരഗ്രഹങ്ങളിലെ കൊച്ചമ്മമാരുടെ സംസർഗദോഷങ്ങൾ, പിന്നെ പെറ്റി ബ്ലാക്ക് മെയിലിങ്ങും കോൺജോബ്സും കോട്ടും തൊപ്പിയും 007 സ്റ്റൈലും. കൊള്ളാം, ഛോട്ടാ ഡിറ്റക്റ്റീവ് അല്ലേ? അതും 82 ബാച്ചിലെ ഏറ്റവും പ്രോമിസിംഗ് IPS റോ മെറ്റീരിയൽ. ഏറ്റവും അധികം കോളിളക്കം ഉണ്ടാക്കിയ അക്കാഡമി ഡ്രോപ്പ് ഔട്ട്. നിനക്ക് എന്ത് പറ്റിയതാ? ഏയ്, ഇത് നീ പറയുന്ന പോലൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ വാപൊളിച്ച് നിൽക്കുന്ന ചില വൻകിട കമ്പനികളിലെ കോർപ്പറേറ്റ് ജയൻസ്, അവർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന മാന്യമായ ചാരവൃത്തി, ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. That's all? Yes. എന്നിട്ട് how's it? Not bad. ഡൽഹിയും ബാംഗ്ലൂരും അടക്കം 4 ബ്രാഞ്ചസ്. It's paying. And what brings you here? കോർപ്പറേറ്റ് ഭീമന്മാരും വമ്പൻ കുത്തകളൊന്നും ഇല്ലാത്ത എന്റെ ഈ പാവം നഗരത്തിൽ നിനക്കെന്താടാ മിഷൻ? ഏയ്, do I see a pile of gloom? എന്ത് പറ്റി സിന്ധു? എന്താണ് നിന്റെ പ്രശ്നം? Tell me. പറയാം. പണ്ടൊരിക്കൽ അക്കാഡമി ഹോസ്റ്റലിൽ വെച്ച് ഞാനൊരു കത്ത് വായിച്ച് കേൾപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടുണരുന്നതിനെ കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചുമല്ല ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയൻ്റെ കത്ത്. യെസ്, ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. അവനിപ്പോ ഈസ് നോ മോർ. അവൻ്റെ മരണം അന്വേഷിച്ചാണ് ഞാൻ വന്നത്. യെസ്, കാർ അപകടത്തിൽ മരിച്ച ഡോക്ടർ വിജയ്. ദാറ്റ് വാസ് ഹിം, എൻ്റെ അനിയൻ. കഴിഞ്ഞ തവണ ഒരാഴ്ച എൻ്റെ കൂടെ വന്ന് ബോംബെ താമസിക്കുമ്പോൾ അവൻ വളരെ നോർമലായിരുന്നു. വിവാഹത്തെക്കുറിച്ചൊക്കെ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല എന്ന് കഴിഞ്ഞ കാലത്തും എനിക്ക് വാക്ക് തന്നതാണ്. പിന്നെ വീണ്ടും അവൻ ഡ്രഗ്സിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ എവിടെയോ ഫൗൾ പ്ലേ സംഭവിച്ചു. യെസ്, ദർ ക്യാൻ ബി എ ചാൻസ്. പക്ഷേ ആ തങ്കച്ചന്റെ പത്ര റിപ്പോർട്ടും കമ്മീഷണറുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളുമല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ലടാ സോഫാർ. നീ എന്താ ആലോചിക്കുന്നത്? ജോസഫ്, എനിക്ക് അവൻ്റെ വണ്ടി ഒന്ന് കാണും. വൈ? അത് യെസ് യെസ്, ഐ നോ.
We should try that. Prasad, can you come over? Thank you. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ. ദാ ഇത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ച വിരലടയാളം. മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കി സർ. ഇത് അയാളുടേതല്ല. സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ? അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന നമ്മുടെ അസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കൊന്നവന്റെ വിരലടയാളം തന്നെ ആവാം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ. റൈറ്റ് സർ. ദെൻ വിജയന്റെ കാറിൽ നിന്നും നമ്മൾ ട്രേസ് ചെയ്ത് തെളിഞ്ഞു. ദാ ഇത് അതിൽ നിന്നും കിട്ടിയ വിരലടയാണ്. both are same. So that much we know. മധുവിന്റെയും വിജയന്റെയും മരണത്തിന് പിന്നിൽ there is a common factor. ദാ ഇവൻ. മറ്റൊരു കോമൺ ഫാക്ടറോട് ഉണ്ട് ജോസഫ്. ദാ ഇതും അവന്റെ കാറിൽ നിന്ന് കിട്ടിയതാ, അവന്റെ ഡയറി. അവൻ മരിച്ച ദിവസം തന്നെയാ ഇത് എഴുതിയിരിക്കുന്നത്, ശങ്കറിന്റെ നമ്പർ. ഗുഡ് വർക്ക് സഞ്ജയ്. ഇനി ആ പട്ടിയെ പിടിച്ച് അകത്താക്കണം സർ, അതാ വേണ്ടത്. ഏയ് come on. No. We'll keep a law profile. ആഞ്ഞടിക്കാൻ കുറെ കൂടെ കൃത്യമായ ഒരു ആയുധം കിട്ടും വരെ അല്ലടാ. The prize goes to Chaco. അബദ്ധത്തിലാണെങ്കിലും ഇവനെ തിരിച്ചറിഞ്ഞല്ലോ ആ വിധി. ഇവിടെ ഇവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ചെയ്തു. സെയിം ബോംബെ അഡ്രസ്സിലാണ് ഡോക്ടർ വിജയിന്റെ മരണവിവരം അറിയിച്ച് ഇവിടെ നിന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ക്ലീൻ കണക്ഷൻ അല്ലേ? യെസ് സർ, ഇവൻ ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ നിലയ്ക്ക് नो नो. परसों मुंबई से आ रहा है हमारा साथी ഇവന്റെ സാഹിബ്. കെണിയൊരുക്കുവാനുള്ള ഊഴം ഇക്കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും. It is as simple as that.
സാർ ഒരു ഫേസ് പോയെന്ന് തോന്നുന്നു. ഹലോ ഹലോ Yahoo!